നമസ്കാരം. ഭർത്താവിന് ബിരിയാണിയിൽ വിഷം കൊടുത്തു കൊന്ന കുറ്റത്തിന് ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബ്രിട്ടീഷ് പൗരത്വമുള്ള വനിത അപ്പീലിന് പോവുകയാണ്. ഡെർബി നിവാസിയായ രമൺദീപ് കൗൾമാൻ എന്ന വനിതയാണ് ഇന്ത്യയിൽ ഒഴിവുകാലം ആഘോഷിക്കുവാൻ എത്തിയപ്പോൾ തന്റെ കാമുകന്റെ സഹായത്തോടെ ഭർത്താവ് സുഖജിത് സിംഗ് എന്ന 34-കാരനെ കൊലപ്പെടുത്തിയത്. അത്താഴത്തിന് വിളമ്പിയ ബിരിയാണിയിൽ മയക്കുമരുന്നിനൊപ്പം വിഷവും കലർത്തി നൽകിയതിനു ശേഷം ബോധം കെട്ടുറങ്ങിയായിരുന്ന ഭർത്താവിന്റെ കഴുത്തു മുറിച്ചു എന്നാണ് കേസ്. 2 മക്കളും കൂടി ഉറങ്ങുന്ന മുറിയിൽ വെച്ചാണ് സംഭവം നടന്നത്. ഇവരുടെ മൂത്ത മകൻ എന്ന 9 വയസ്സുണ്ടായിരുന്ന അർജുൻ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷിയായിരുന്നു. മാത്രമല്ല, കോടതിയിൽ അമ്മ നിൽക്കുമ്പോൾ മകൻ അമ്മയ്ക്കെതിരെ മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ മകനെ മൊഴി പഠിപ്പിച്ച് കോടതിയിൽ പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് അപ്പീലിൽ കൗറിന്റെ അഭിഭാഷകൻ അവകാശപ്പെടുന്നത്. കൊല്ലപ്പെട്ട സുഖജിത് സിംഗിന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ 18 വയസ്സുള്ള അർജുൻ എന്ന് മൊഴി നൽകിയത് എന്നാണ് അപ്പീൽ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭർത്തൃമാതാവ് ബാൻ കൗറുമായി ചേർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ നാടകമാണ് മകന്റെ മൊഴി എന്നാണ് ഇപ്പോൾ കൗർ അവകാശപ്പെടുന്നത്. സംഭവം നടന്ന 3 വർഷത്തിന് ശേഷമാണ് അർജുൻ മൊഴി നൽകിയതെന്ന വസ്തുത വിചാരണ കോടതി പരിഗണിച്ചില്ല എന്നും അപ്പീലിൽ അവകാശപ്പെടുന്നു. ഇത് അർജുനെ മൊഴി നൽകേണ്ടത് എങ്ങനെയെന്ന് പരിശീലിപ്പിക്കാനുള്ള സാവകാശം നൽകിയെന്നും അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഉള്ള കാര്യം കോടതി കണക്കിലെടുത്തില്ലെന്നും ഓരോ ഘട്ടത്തിലും മൊഴിയിൽ മാറ്റം വരുത്തിയിരുന്നെന്നും അതിൽ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, കാമുകൻ എന്ന് ആരോപിക്കപ്പെടുന്ന ഗുർപ്രീത് സിംഗുമായി കൗർ പ്രണയത്തിലാണെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും അതിൽ പറയുന്നു. മാത്രമല്ല, വധശിക്ഷ നൽകുവാൻ വിചാരണ കോടതി ജഡ്ജിയെ സ്വാധീനിച്ചുവെന്ന് ഞെട്ടിക്കുന്ന ആരോപണവും അപ്പീൽ ഉന്നയിക്കുന്നുണ്ടെന്നും മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. കൊലപാതക കുറ്റം നിഷേധിച്ച കൗർ തന്റെ ഭർത്താവിന്റെ കുടുംബം തന്നെ ഇതിൽ കുരുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ സുഖജിത് സിംഗിന്റെ പേരിലുണ്ടായിരുന്ന 21 ഏക്കർ ഭൂമി വിൽക്കാതിരിക്കാനാണ് സുഖജിത് സിംഗിനെ വീട്ടുകാർ കൊന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലാ ജയിലിലാണ് കൗർ തടവിൽ കഴിയുന്നത്.